ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഹാലോവിൻ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു ഭയങ്കര രസമായിട്ടും തോന്നും, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഹാലോവിൻ റെസിപ്പി, അതായത് ഒരു സ്നാക്ക് ഐറ്റമാണിത്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം പംകിൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മത്തങ്ങ. അത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണിത്, വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുള്ളതല്ല കേട്ടോ. വെള്ളത്തിലിട്ട് വേവിക്കരുത്, അപ്പോൾ അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്ത് കൂടുതൽ വരും. ഇതിപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊന്ന് മാറ്റട്ടെ കേട്ടോ. നമ്മളപ്പോൾ വേവിച്ചെടുത്ത മത്തങ്ങ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇതിനോടൊപ്പം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ പഞ്ചസാര മാത്രം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതപ്പം ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇപ്പം. ഞാനപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പംകിനും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി അരച്ചത്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്താൽ മതി. കോൺഫ്ലവറും ഇല്ലയെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്, 3 ടേബിൾ സ്പൂൺ. ഇതിനോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കട്ടെ, ഒരല്പം മതി. ആ പഞ്ചസാരയുടെ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാനതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതായാലും മതി, അതല്ല നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഡോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് വെളുത്ത അവിലാണ്, നിങ്ങളുടെ കയ്യിലുള്ളത് ചുമന്ന അവിലായാലും കുഴപ്പമില്ല. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം, വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാങ്ങിച്ച അവിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏത്തപ്പഴം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയും പഴവും കൂടി ഇവിടെ നന്നായിട്ട് ഇപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച അവിയലുണ്ടല്ലോ, നമ്മൾ 1.5 കപ്പ് അവിയൽ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 2 അച്ച് ശർക്കര ഉരുക്കിയതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ശർക്കരയും കൂടി ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഇത് കപ്പലണ്ടിയാണ് കേട്ടോ. അതല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം, ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരല്പം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെ കറുത്ത എള്ളാണുള്ളെങ്കിൽ അത് ചേർത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഒരല്പം ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്കിനി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാനെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം.
അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ ആ മിക്സ് ഞാൻ ഈ ആ പാനിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതാ അപ്പം ഞാൻ അതിനെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാതും ഞാൻ ഇതേ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കട്ടെ. ഇതാ ഞാനപ്പോൾ അവിടെ നമ്മൾ ആ മിക്സ് എല്ലാം തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പംകിനൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പം കാണിക്കാം. ഇതാ ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി തന്നെ എടുക്കാം. ഇതാ അതിൻ്റെ ഒന്ന് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. സോഫ്റ്റായിട്ട് ചെയ്യണം കേട്ടോ, കാരണം ഇത് വളരെ സോഫ്റ്റാണ് ഈ ഡോ. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ നേരത്തെ ആക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് പതുക്കെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ഇതാ ഞാനപ്പോൾ എൻ്റെ കയ്യിലൊരല്പം എണ്ണ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതാ അതിൻ്റെ ഈ ബാക്ക് വശം ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു ഇതിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പംകിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ അതുപോലെ തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് താഴേക്കും ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇതാ. അപ്പം ഞാൻ ആ സ്ക്യൂർ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുകളിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടില്ലേ, അവിടേക്ക് ഒരു ഗ്രാമ്പു ഇങ്ങനെ എടുത്തിട്ട് ഇതാ കണ്ടോ, ഈ ഗ്രാമ്പു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു പംകിൻ്റെ ഷേപ്പ് ആയില്ലേ ഇതിന്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒന്ന് ഇതാ ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതൊന്ന് വീണ്ടും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇതാ അപ്പോൾ ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്ക്യൂവറിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ജസ്റ്റ് നടുക്ക് സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സ്ക്യൂവർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഗ്രാമ്പ് കൊടുക്കുക, അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അപ്പം ഞാനിതെല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നിനി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇതാ അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാത്രം ഉണ്ടല്ലോ, ഈ സ്റ്റീം ചെയ്യുന്ന ഈ പാത്രം, ഇതിനകത്ത് ഞാൻ ഒത്തിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അത് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റീമായിട്ട് വരട്ടെ. ഇതാ അപ്പം നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. നമ്മളുടെ സ്വീറ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി തീ ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഇനി ഇതിൽ നിന്നൊന്ന് മാറ്റണം, ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കട്ടെ. ഇതാ അപ്പം നമ്മളുടെ ഹാലോവിൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കതൊരു ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുബൂസ് കിച്ചൺ.